നമസ്തേ. ഞാൻ ശ്രീരേഖ. കമ്പനിയൻ ഹെൽത്ത് കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരോടും വളരെയധികം താങ്ക്സ് ഉണ്ട് കേട്ടോ. കൂടുതൽ കൂടുതൽ സപ്പോർട്ടിങ് വരുന്നുണ്ട്. സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. വളരെ സന്തോഷം കേട്ടോ. നിങ്ങൾ ആരും ഇതുപോലെ മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ എല്ലാവരും. ഇതുപോലെ ഓരോ ടിപ്സും കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നത് 100% റിസൾട്ട് ഉള്ളതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഓരോ തരത്തിൽ എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ അത് നമുക്ക് തന്നെ മേക്കപ്പ് ചെയ്യാവുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞു മുടി എങ്ങനെ കൊണ്ട് നടക്കണം, മുടി തിക്നെസ് വേണോ, അതുപോലെ സിൽക്കി ആവണോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ തീരുമാനിച്ച് നമുക്ക് തന്നെ മാറ്റം വരുത്താവുന്നേ. നമ്മളുടെ ഈ എക്കണോമിക്കലായിട്ടുള്ള ആയുർവേദ പൊടികൾ, അതുപോലെ ആയുർവേദ ചെടികളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കൂടുതൽ കൂടുതൽ മുടി ഭംഗിയായിട്ട് സൂക്ഷിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇന്നലെ നിങ്ങളുടെ ഒരു നല്ല സൂപ്പർ ഹെയർ മാസ്ക് പരിചയപ്പെടുത്തിയല്ലേ. എഗ്ഗ് കൂട്ടിയിട്ടുള്ളത്, എഗ്ഗ് പ്ലസ് ഹെന്ന പ്ലസ് ആംല പ്ലസ് അലോവര അല്ലേ, ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു നല്ല മാസ്ക് ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് അല്ലേ. കോഫി പൗഡറും കൂടി കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനത് ഇന്ന് തേച്ചതാണ് കേട്ടോ. ആ മാസ്ക് തേച്ചതാണ് ഇന്ന്. എണ്ണയൊന്നും തേച്ചില്ല, പകരം ഇത് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതുപോലെ ഞാൻ ദിവസമൊന്നും എണ്ണ തേക്കാറില്ല കേട്ടോ. ഇടയ്ക്ക് നമ്മുടെ പാക്കിൻ്റെ കൂടെ നമ്മൾ ഇടുന്നതല്ലാതെ പിന്നെ ഏതെങ്കിലും സമയത്ത് മുടി വിടുത്തുമ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ഞാൻ ഇതുപോലെ ചിലപ്പോൾ ജെല്ലായിരിക്കും എടുക്കുക, ചിലപ്പോൾ എണ്ണകളായിരിക്കും കേട്ടോ തേക്കുന്നത്. പിന്നെ അന്ന് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് നാൾ തേക്കാതെ ഇരുന്നപ്പോൾ, മുടിയിലൊന്നും ചെയ്യാതെ ഇരുന്നപ്പോൾ ചെയ്തതാണ് എണ്ണ, നീലബൃങ്ങാതി എണ്ണ കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ, അതായത് മുടിക്ക് ഒട്ടും എണ്ണയില്ല എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ മാത്രം നമ്മൾ അതുപോലെയുള്ള എണ്ണയൊക്കെ കുറച്ച് കൂടുതലായിട്ട് തേക്കുക. അത് വീട്ടിലിരിക്കുന്ന സമയത്ത് കേട്ടോ. പുറത്തേക്കൊക്കെ പോകുമ്പോൾ എണ്ണ ഒരുപാടൊന്നും ഉപയോഗിക്കാൻ പാടില്ല. എണ്ണ അല്പം ഉപയോഗിക്കാവൂ. കാരണം മുടിയിൽ എണ്ണ കൂടുതലുണ്ടെങ്കിൽ പൊടികളൊക്കെ കൂടുതൽ പറ്റി പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ മാത്രം ഒരുപാട് എണ്ണ തേക്കുക. നിങ്ങൾക്ക് ആവശ്യത്തിന്, ഓരോരുത്തർക്കും എന്തോരം വേണമെന്ന് അറിയാലോ, അതുപോലെ തേക്കാം. പിന്നെ ഈ ആയുർവേദ പൊടികൾ വെച്ചിട്ടുള്ള ടിപ്സൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇന്ന് ഈ അപ്ലൈ ചെയ്തിട്ടുള്ള മാസ്ക് ഉണ്ടല്ലോ, നമുക്ക് മുടി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുന്നു കണ്ടോ. ഡ്രൈനെസ് ഇല്ല. ഇതൊക്കെ തേക്കുമ്പോൾ നമുക്ക് ഡ്രൈനെസ് ഇല്ല. അതിനാണ് ഓരോന്ന് കേട്ടോ. ഈ ഇതിൽ കോഫി പൗഡർ ആണെങ്കിലും നമുക്ക് നല്ല സ്മെല്ലാണ് കേട്ടോ. ഈ എഗ്ഗിന് യാതൊരു വിധ സ്മെല്ലും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ തലേ ദിവസം ഇതുപോലെ കലക്കി വെക്കുക, നമുക്ക് ആ കോഫി പൗഡറിൻ്റെ ഒരു സ്മെല്ലാണ് ഉണ്ടാവുക കേട്ടോ. പിന്നെ നമ്മൾ ഈ കോഫി പൗഡർ ഇടുമ്പോഴത്തേക്ക് നല്ല വാസന ഉണ്ടാകും. കൂടാതെ നല്ല സിൽക്കി ആവും. എഗ്ഗ് ആകുമ്പോൾ മുടി വളരാനും നല്ലതാണ് കേട്ടോ. പിന്നെ മൈലാഞ്ചി, നെല്ലിക്കപ്പൊടിക്കൊക്കെ ഞാൻ ഓരോ ദിവസവും പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അതിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ എപ്പോഴും ഡ്രൈനെസ് ഇല്ലാതെ ഹൈഡ്രേറ്റ് ആക്കാനൊക്കെ സാധിക്കും അലോവര. അപ്പോൾ അലോവരയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ മുടിക്ക് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ കേട്ടോ. ഒരുപാട് ഡ്രൈനെസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് മുടി നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റും. അപ്പം ഈ ഒരു പാക്ക് ഇടുമ്പോൾ മുടിക്ക് നല്ല, അതുപോലെ തലയ്ക്കൊക്കെ നല്ല കൂളിംഗ് ആയിരിക്കും. നല്ല കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും. നമുക്ക് നല്ല സുഖമായിട്ടൊക്കെ ഉറക്കം കിട്ടും. ഇത്തരത്തിലുള്ള ഈ ടിപ്സും കാര്യങ്ങളും ഹെയർ മാസ്ക് ഒക്കെ ഇടുമ്പോൾ നമുക്ക് രാത്രിയാണെങ്കിലും നല്ല ഉറക്കം കിട്ടും. സുഖമാണ് തലയ്ക്കും, അതുപോലെ എല്ലാത്തിനും. നമുക്ക് ബോഡി ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ബോഡിക്ക് വരെയും തണുപ്പുള്ളതായിട്ട് നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ ഈ ചൂടുകാലത്തൊക്കെ ഇതുപോലെയുള്ള മാസ്ക്, ചെമ്പരത്തി ഉത്തമമാണ് കേട്ടോ. ചെമ്പരത്തി തേക്കുക. താളിപ്പൂവായിട്ടാണെങ്കിലും ഇലയായിട്ടാണെങ്കിലൊക്കെ ചെമ്പരത്തി താളി തേക്കുക. അപ്പം ഇങ്ങനെയൊക്കെ കൂടുതൽ കൂടുതൽ ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ വേനൽക്കാലത്ത് മുടി ഡ്രൈനെസ് ആവില്ല, അതുപോലെ പൊട്ടിപ്പോകില്ല, സ്പ്ലിറ്റ് എൻഡ് ഉണ്ടാവില്ല, കായ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ മുടി വൈകുന്നേരങ്ങളിൽ വിടുത്തണം കേട്ടോ. വിടുത്തിയിട്ട് മുടി എപ്പോഴും പിന്നിയിട്ട് കിടക്കാം. പിന്നെ ചൊറിച്ചിലുണ്ടെന്ന് പറഞ്ഞു മുടിക്ക് അല്ലേ. തലയ്ക്കൊക്കെ തലോട്ടിലൊക്കെ ചൊറിച്ചിലുണ്ടെങ്കിൽ നീല മറ്റേ ആര്യവേപ്പിൻ്റെ ഇല ഉണ്ടല്ലോ, ആര്യവേപ്പിൻ്റെ ഇല എടുക്കാം. ആര്യവേപ്പിൻ്റെ ഇല പേസ്റ്റ് ആക്കി എടുത്തിട്ട് അതിൽ അല്പം ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് നമുക്ക് തലോട്ടിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് വാഷ് ചെയ്ത് കളയാം.
പിന്നെ നമ്മളിത് താരനുണ്ടോ എന്തുകൊണ്ടാണ് ചൊറിച്ചിലെന്ന് നമുക്ക് അറിയണം. ചിലപ്പോൾ താരനുണ്ടാവാം, മുടി ഒരുപാട് ഡ്രൈനെസ് ആകുമ്പോൾ താരൻ കൂടും. പിന്നെ എന്തുകൊണ്ടാണ് ചൊറിച്ചിൽ, സ്കിന്നിന് വല്ല അലർജി ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കണം കേട്ടോ. ചില ഷാമ്പു കാര്യങ്ങളൊക്കെ നമുക്ക് അലർജി ഉണ്ടാവും. അതുകൊണ്ടിട്ടാണ് ഞാൻ ഷാമ്പു വേണ്ടാന്ന് തന്നെ പറയാൻ കാരണം. നിങ്ങൾ മാസ്ക് ഉപയോഗിച്ചോളൂ, മാസ്കിന് അങ്ങനെ പ്രശ്നമൊന്നും വരില്ല കേട്ടോ. അപ്പം നിങ്ങൾ ഏത് ഉപയോഗിക്കുമ്പോഴാണ് തലയ്ക്ക് ചൊറിച്ചില് എന്നൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ എന്തുകൊണ്ടാണ്, വല്ല താരനുണ്ടോ, സ്കിൻ ഡിസീസ് വല്ലതുണ്ടോ, എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വേണം ചൊറിച്ചിൽ എന്താണ് കാരണം എന്ന് ആദ്യം നമ്മളൊന്ന് നോക്കുക കേട്ടോ. എന്നിട്ട് ഈ താരൻ പോലുള്ളതൊക്കെ ഉണ്ടെങ്കിൽ, ചൊറിച്ചിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ആര്യവേപ്പിന്റെ ഇല അല്ലെങ്കിൽ ആര്യവേപ്പിന്റെ പൗഡറായിട്ടും കിട്ടും കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് അല്പം ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് തലോട്ടിലൊക്കെ തേച്ച് പിടിപ്പിച്ച് വാഷ് ചെയ്ത് കളഞ്ഞാൽ ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. താരനാണെങ്കിൽ അതിൻ്റെതായ എണ്ണകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ എണ്ണ തേക്കുമ്പോൾ ഒന്ന് അല്പം ചൂടാക്കിയിട്ട് ഈ താരനുള്ള, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, താരനുള്ള ഭാഗത്തൊക്കെ തേച്ച് പിടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കത് പോകും. പക്ഷെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം അത് അതുപോലെ തന്നെ ശ്രദ്ധിക്കുക. ടവലൊക്കെ ചൂടുവെള്ളത്തിലിട്ട് കഴുകുക, അതുപോലെ നമ്മുടെ കോമ്പ് ഒക്കെ ചൂടുവെള്ളത്തിലിട്ട് കഴുകുക, അല്ലെങ്കിൽ പോയ താരൻ പിന്നെയും തിരിച്ചു വരും. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്തുകൊണ്ടാണ് ചൊറിച്ചിലെന്ന് നോക്കാം. ഒരു സ്കിൻ ഡിസീസ് ഉണ്ടോ, താരനുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ. നിങ്ങൾ ഈ ടിപ്സും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചിലവർക്ക് ഇനി മൈലാഞ്ചി പറ്റില്ലെങ്കിൽ നെല്ലിക്കപ്പൊടി ഉണ്ടല്ലോ, ആംല പൗഡർ, അത് മാത്രമാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതെടുത്തിട്ട് നമ്മൾ തൈരുണ്ടല്ലോ, തൈര് ചേർത്ത് മിക്സ് ചെയ്തിട്ട് തലോട്ടിലൊക്കെ തേച്ച് പിടിപ്പിച്ചോളൂ. ചൊറിച്ചിലിന് നല്ല ആശ്വാസം കിട്ടും. ഇപ്പോൾ താരണമൊന്നുമില്ല, കാരണമായിട്ട് ചൊറിച്ചിലൊക്കെ ആണെങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് ഞാൻ അത് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. കാരണമായിട്ടുള്ള ചൊറിച്ചിൽ എന്തുകൊണ്ട് വരുന്നു, അപ്പൊ അതൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ കണ്ടു നോക്കൂ കേട്ടോ. അപ്പൊ ഈ ഒന്നുമില്ലെങ്കിൽ വെറുതെ ചൊറിച്ചിലാണെങ്കിൽ നമ്മൾ അല്പം നെല്ലിക്കപ്പൊടി എടുത്തിട്ട് ഇതേപോലെ പറഞ്ഞിട്ട് തൈര് ചേർത്ത് മിക്സ് ചെയ്ത് തലോട്ടിലൊക്കെ തേച്ച് പിടിപ്പിച്ചോളൂ. എന്നിട്ട് വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്ന, ഇപ്പോൾ ഒന്നുകൂടി പറയുന്നത് പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, ഷാമ്പു പോലെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കരുത് കേട്ടോ. സോപ്പ് ഷാമ്പു കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുക. അല്ലാതെ തന്നെ നമുക്ക് മുടി, ഇപ്പോൾ ഞാൻ സോപ്പോ ഷാമ്പു ഒന്നും ഉപയോഗിക്കാറില്ല. പക്ഷെ പറയുമ്പോൾ എഗ്ഗ് ഉപയോഗിക്കുന്നതാണ്. പക്ഷെ എന്നാലും മുടിക്ക് യാതൊരുവിധ ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല. ഈ ഇതുപോലെ തലേ ദിവസം നമ്മൾ ഈ എഗ്ഗ് ചേർത്തിട്ടുള്ള മാസ്ക് തീർച്ചയായിട്ടും നിങ്ങൾ തലേ ദിവസം മിക്സ് ചെയ്ത് വെച്ചോളൂ. പിറ്റേ ദിവസത്തേക്ക് അതിന്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഇത് മിക്കവാറും എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട്. അപ്പൊ അതുപോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. മുടി വളരാൻ ഏറ്റവും ബെസ്റ്റ് ആണ് കേട്ടോ എഗ്ഗൊക്കെ. അപ്പൊ ഇനി എഗ്ഗിന്റെ മഞ്ഞ ഇഷ്ടമില്ലാത്തവർക്ക് വെള്ള വേണമെങ്കിൽ മാത്രം എടുക്കാം. ഇനി മഞ്ഞ വെള്ളം എടുത്താൽ പോലും ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ തലേ ദിവസം പേസ്റ്റ് ആക്കി വെച്ചിട്ട് പിറ്റേ ദിവസം തേച്ച്, ഞാൻ ഒന്നും എടുത്തില്ല, ഇതേപോലെയുള്ള ഈ മാസ്ക് തേച്ചിട്ട് വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ മാസ്ക് തേച്ച് പിടിപ്പിച്ചു, അത് കഴിഞ്ഞിട്ട് ഏകദേശം 1/4 മണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞു കേട്ടോ. പക്ഷെ നല്ല ബ്ലാക്കും ഉണ്ട്, മുടിക്ക് ബ്ലാക്കും ഉണ്ട്, പിന്നെ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്, സിൽക്കി ഫീലിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇത് അപ്ലൈ ചെയ്യുന്നത് കാണിക്കണം എന്ന് വിചാരിച്ചു. ഇതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ ഞാൻ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടിട്ടാണ് വീണ്ടും കാണിക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഹെയർ മാസ്ക് എല്ലാവരും അപ്ലൈ ചെയ്യുക. നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ മുടിക്ക്. മുടി നമ്മൾ വൈകുന്നേരങ്ങളിൽ പിന്നിട്ട് കിടന്നാൽ മുടിയുടെ കൊഴിഞ്ഞു പോക്കും നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ വെറുതെ കൊഴിഞ്ഞു പോണവർ ആരും ദുഃഖിക്കണ്ട കേട്ടോ. ഒരു ദിവസം 100-120 മുടി വരെ കൊഴിഞ്ഞു പോകും. പക്ഷെ അതിനനുസരിച്ച് മുടി വളരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളത് ശ്രദ്ധിച്ചാലും മനസ്സിലാക്കും. കുഞ്ഞു കുഞ്ഞു മുടി വളരുന്നുണ്ടാവും. നമ്മൾ ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ നീളം കുറഞ്ഞ മുടികളാണെങ്കിൽ അത് പോയി വന്ന മുടിയാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട, മുടി കൊഴിഞ്ഞു പോണതിനെ കുറിച്ച് ഒന്നും വിഷമിക്കേണ്ട. കൂടുതൽ ടെൻഷനൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ മുടി കൊഴിഞ്ഞു പോകും. അതുപോലെ നമ്മളെ ബ്ലഡ് ചൂടാവും. ടെൻഷൻ കൂടുമ്പോൾ അത് ഒന്നുകൂടി നമുക്ക് മുടി കൊഴിച്ചിട്ട് കാരണമാവും. അപ്പൊ മുടി കൊഴിയുന്നുണ്ടെന്നേ നിങ്ങൾ ഒരു ചിന്തയും വേണ്ട. അല്ലാതെ തന്നെ നിങ്ങൾ ഈ ചെയ്യുന്ന ടിപ്സ് കാര്യങ്ങളൊക്കെ
ഒരുപാട് ടിപ്സും കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ടിപ്സും കാര്യങ്ങളും ഓരോന്നായിട്ട് വീഡിയോ നിങ്ങൾ നോക്കുക. വീഡിയോ നോക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബുക്കിൽ ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. താരന് പറഞ്ഞത് എന്താണ്, ഹൈഡ്രേറ്റ് ആവാൻ എന്താ ചെയ്യേണ്ടത്, ഡ്രൈനസ് മാറാൻ എന്താ ചെയ്യേണ്ടത്, ചൊറിച്ചിലിന് എന്താ ചെയ്യേണ്ടത്, ഡിസീസിന് എന്താ ചെയ്യേണ്ടത്, പിന്നെ ഫ്ലോ ഉണ്ടാവാൻ എന്താ ചെയ്യേണ്ടത്, സ്കാൽപ്പിലേക്ക് ഫോളിക്കിൾസ് ഓപ്പൺ ആവാൻ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വീഡിയോസിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരുടെ സംശയങ്ങൾ, വിറ്റാമിൻ ഡിയുടെ സംശയങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതെല്ലാം കണ്ടു നോക്കുക, അതേപോലെ ചെയ്യാം. എന്തായാലും ഇതേപോലെയല്ല നമ്മൾ ഈ യാതൊരു കെമിക്കൽ ഇല്ലാത്ത സംഭവങ്ങളാണല്ലോ അപ്ലൈ ചെയ്യുന്നത്. ആയുർവേദ പൊടിയാണെങ്കിൽ ആയുർവേദ ചെടികളാണെങ്കിലും ഒക്കെ നമ്മുടെ ചുറ്റുപാടുമുള്ള ചെടികളായിരിക്കും അല്ലെ. പിന്നെ ഇലക്കറികൾ കൂടുതലായിട്ട് ഭക്ഷിക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്യുക. ധാരാളം വെള്ളം കുടിക്കുക, വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക. ഈ പിന്നെ ജ്യൂസുകളായിട്ട് ക്യാരറ്റ് ബീട്രൂട്ട് ജ്യൂസൊക്കെ കഴിക്കാൻ നോക്കുക. അങ്ങനെ കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഉള്ളും ചൂടാവാതെ നമുക്ക് നോക്കാൻ പറ്റും. എന്തെങ്കിലും വിറ്റാമിൻസിൻ്റെ കുറവുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഈ ജ്യൂസിലൂടെ നികത്താൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് സൗകര്യമുള്ള പോലെ ഓരോ ടിപ്സും കാര്യങ്ങളൊക്കെ, നമുക്ക് എന്താണോ പ്രശ്നം അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ബുക്കിൽ എല്ലാം എഴുതി വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ പ്രശ്നം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഒരു ഡോക്ടറെയും കാണേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ ഇത് കറക്റ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന് പറയാനുള്ളത് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് തേച്ച ആ മാസ്കിൻ്റെ ഗുണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളെ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം.